ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഓണം വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആഘോഷിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എല്ലാ ഫാമിലീസും കൂടി. അതേപോലെ തന്നെ നമ്മൾ ഇത്തവണയും ഓണം ആഘോഷിക്കാൻ പോയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം വ്ളോഗ്. അപ്പോൾ ഓണം പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. അങ്ങനെ ദേ നമ്മുടെ ഓണം പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അടുക്കളയിൽ ഈ പറഞ്ഞ പച്ചക്കറികളും പൂക്കളൊക്കെ കയറി കഴിയുമ്പോഴേക്കും തന്നെ ആ ഓണത്തിൻ്റെ ഒരു ഫീലിംഗ് വരും കേട്ടോ. ബാക്കിയുള്ള ഈ ഓണത്തിൻ്റെ 10 ദിവസം നമുക്ക് വലിയ അനക്കവും കുലുക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉത്രാടത്തിൻ്റെ അന്ന് മുതൽ നമുക്ക് ആ ഒരു ഓണം വൈബ് വരും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അടുക്കളയിൽ കയറുമല്ലോ. അങ്ങനെ ഇത്തവണ നല്ല ഫ്രഷ് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂവും അതേപോലെ പൂക്കളത്തിനുള്ള പൂവൊക്കെ ഞാൻ മേടിച്ചത് സ്നാപ്പ് ഷോപ്പിൽ നിന്നാണ്. അടിപൊളി ഫ്രഷ് സാധനം കിട്ടി. ഇതേ തൃക്കാക്കരപ്പന, നമ്മുടെ മണ്ണിൻ്റെ തൃക്കാക്കരപ്പനയും മേടിച്ചു വരണം. കഴിഞ്ഞ തവണ മേടിച്ചത് പൊട്ടിപ്പോയി. ഞാൻ ഈ ഒരു വർഷം വരെ സൂക്ഷിച്ചു വെച്ചു. ഈ കഴിഞ്ഞ മാസം അത് പൊട്ടിപ്പോയി, എങ്ങനെയാണോ എന്തോ. അപ്പോൾ ദേ എല്ലാ സാധനങ്ങളും നമ്മൾ സ്നാപ്പ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ വാഴ മേടിക്കാനൊക്കെ ആയിട്ട് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നല്ലൊരു ബോക്സിൽ കുറേ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടി. ഇപ്പോൾ പൂക്കളത്തിന് വേണ്ടി നമുക്ക് ഇതും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മേടിച്ചു. 10 ദിറംസ് എന്തോളൂ കേട്ടോ. അപ്പോൾ അതും മേടിച്ച്. പിന്നെ ദേ നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടില്ലേ ഒരു വീഡിയോ, ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ടൂരു ആ പാട്ടൊക്കെ വെച്ചിട്ട് അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമ്മൾ കുറച്ച് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കൂടി ഓരോന്ന് ഓണം ആഘോഷിക്കും. സോ അതാണ് നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്നത്തെ പ്ലാൻ. സോ തലേന്ന് രാത്രി, അതായത് ഉത്രാടത്തിൻ്റെ തലേന്ന് ഞാനിവിടെ ഇരുന്ന് പാതിരാത്രി ഇരുന്ന് കട്ടിങ്ങും ഷേവിങ്ങും നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരിഞ്ഞരിഞ്ഞ് എനിക്ക് ഭയങ്കര സ്പീഡായിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എണീറ്റ് പണി തുടങ്ങി കേട്ടോ. ഞാൻ തലേന്ന് രാത്രി തന്നെ കാളം കറി മാത്രം ഉണ്ടാക്കി വെച്ചു. കാളിനും പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചു. ബാക്കി എല്ലാം തന്നെ അത് എപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്തവണ അവിയൽ, നമ്മൾ സദ്യ ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കുമ്പോൾ ഞാനാണ് അവിയൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റിരുന്ന ആൾ. അപ്പോൾ ഞാനത് കാരണം എന്താ പറയുക, അവിയലിൻ്റെ മിക്സ് ഞാൻ ബോക്സേപ്പാടി ഞാൻ എടുക്കേണ്ട ചെയ്തത്. എന്നിട്ട് അതിപ്പോൾ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്താൽ മാത്രം മതിയല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വഴുതനങ്ങ അവിയൽ ഇടാറുണ്ട്? ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണമായിരുന്നു വഴുതനങ്ങ അവിയൽ ഇടൂല എന്നൊക്കെ. ഞാൻ വഴുതനങ്ങ ഇട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത്. ഭയങ്കര മൂത്ത വഴുതനങ്ങ അല്ല, അത്യാവശ്യം നല്ല ഇങ്ങനെ എന്താ പറയുക കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പില്ലേ അത്. പിന്നെ ഞാൻ ഇവിടെ കൂട്ടുകറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ചടപടേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. കൂട്ടുകറിയും അവിയലും പിന്നെ എൻ്റെ നമ്മുടെ മധുരപ്പച്ചടി, പൈനാപ്പിളും മുന്തിരിയും മാത്രം ഉണ്ടോ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ, പഴമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മധുരപ്പച്ചടിയാണ് ഇട്ടത് ഉണ്ടാക്കിയത്. അതിന് ശേഷം നമ്മൾ വേഗം റെഡി ആവേണ്ട. അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിച്ച് റെഡി ആവണം. ഇവിടെ ഒരാളിരിക്കും, നോക്കി എന്താണ് കാഴ്ചകൾ കണ്ടു നടത്തവർ എവിടെ പോണതൊക്കെ ഇട്ട് പയ്യെ വെക്കുക, അതൊക്കെ പൊട്ടിപ്പോ. ഭയങ്കര ഓക്കെ. അപ്പൊ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് റെഡി ആയി കഴിഞ്ഞത് ഷോളർ നമുക്ക്
ഇവിടെ ഒരാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷോളോടി ലൈൻ എവിടെയാണ്? ഓടിയാ ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടി അടിക്കണം. ഓണക്കോടി അല്ലാണ്ട് ഓണപ്പരിപാടിക്കൊക്കെ പറ്റിയ ഡ്രസ്സല്ലേ. അപ്പൊ അതാരും അതാണ് അടിയിച്ചത്. സൂപ്പർ. നമ്മള് റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങിയാണേ. ആ പിന്നെ ഓഫ് കോഴ്സ് പയ്യെ നടക്കട്ടെ പോ. നമുക്ക് സദ്യയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിണ്. റെഡിയായി ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ധാവണിയാണ്. ഇതൊക്കെ കൊടുത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ലിഫ്റ്റിലാണ് ഒരു മെച്ചം. ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഓണം വ്ലോഗാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചില്ലേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ, അവരുടെ ഫാമിലീസിൻ്റെ കൂടെ. അപ്പോൾ അതേപോലത്തെ ഒരു കുട്ടി ഓണം വ്ലോഗാണിത്. സബിനും കൊച്ചും ഓൾറെഡി കാർ പാർക്കിങ്ങിലാണ്. കാറിൽ ഓൾറെഡി എത്തി. നമ്മളിപ്പോൾ റെഡിയായി പോവേണ്ട. ബാബുക്കുട്ടീനെ കണ്ട് മറ്റേ ഇതാരാണിത്? ചിത്രയുടെ കല്യാണമാണ്. ചിത്രയുടെ കല്യാണം ഉണ്ട്. മാട്ടിയാണ്. രണ്ടാം കെട്ടാണ്. ആരോടും പറയണ്ട. നിങ്ങളുടെ സ്വർണ്ണം തന്നെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അതെ ഓണക്കൊടി. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ അറിയില്ല. ഇത് വീഡിയോ ആണ്. എന്നാലും വെറുപ്പിക്കുന്നത്. ഓടരുതിട്ടാ. പയ്യ നടക്കണേ. ഞാൻ റീലാണ്. ക്യാമറ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നദി വെള്ളത്തിലേക്ക് എന്തോ. താങ്ക് യു. ഓക്കെ മാഡം. എന്നിട്ട് എന്റെ ഭാഗങ്ങളൊന്നും എനിക്ക് അയച്ചു. കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവേ കൊണ്ടുനിന്നേ. നാട്ടിനിളവേ കൊണ്ടുനിന്നേ. നാട്ടിനിളവേ കൊണ്ടുനിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ മഞ്ഞപ്പുറത്ത് ചൊല്ലുന്ന കുയിലേ വാ ചർമ്മ പൂപ്പന്താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. മല്ലിമലക്കൊമ്പിൽ
കഥ കേൾക്കാൻ പോരുന്നു ശരിയാണ് വർത്തമാനം പറഞ്ഞോളൂ. പോലെ കൂടുന്നത് അല്ലെങ്കിൽ ചുമ്മാ ഭാര്യമാർ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. നമ്മളെല്ലാവരും കൂടി അങ്ങനെയൊക്കെ വർത്താനം പറയുന്നല്ലാതെ ഹസ്ബൻഡും വൈഫും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് വർഷത്തിൽ ആഘോഷിക്കുന്നത്. അത് മാക്സിമം നമ്മൾ അടിച്ചു പൊളിച്ചു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നമ്മുടെ നാട്ടിലെ കുളംകരയില്ലേ, അതാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഓരോരോ പരിഷ്കാരങ്ങളെ. കുട്ടികളെല്ലാവരും ഫുൾ ആ ഒരു ഓണം വൈബിലായിരുന്നു കേട്ടോ. ആര് ഔട്ടാവാൻ പോയാലും നമ്മൾ സമ്മതിക്കില്ല, അവരെ പിടിച്ച് നമ്മൾ തിരിച്ചവിടെ നിർത്തും, അല്ലെങ്കിൽ ഇവർ നേരെ കരയും. അതായിരുന്നു നമ്മുടെ ടാക്ടിക്കൽ മൂവ്. അവരാരെയും നമ്മൾ കരയിപ്പിക്കാൻ സമ്മതിക്കില്ല. അതായത് നമ്മളെല്ലാവരെയും കൈയടുപ്പിച്ച് വിജയിപ്പിച്ച് അതാണ് നടന്നത്. കുട്ടികൾ ഈ ഒരു വീഡിയോ ഒരവസാനം മന്ദവും കുന്തമില്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, ഇത് മൊത്തം ഫോർവേഡ് അടിച്ച് കളയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർവേഡ് അടിച്ച് കളയണ വീഡിയോ കുറച്ച് നേരം കാണും കേട്ടോ. ആ തൊട്ടോ അതെ ഇല്ല, കുറച്ചുകൂടി താഴത്തേക്ക് വന്നു. നീങ്ങുന്നു.
നമ്മുടെ കുടുംബത്തിന്റെ അപ്പൊ ദേ നമ്മൾ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ്. കളികളൊക്കെ കഴിഞ്ഞതേ നമ്മളെല്ലാവരും ഓണസദ്യ ഉണ്ടാനായിട്ട് ഇരിക്കുകയുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ 5 കുടുംബത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സദ്യയും സദ്യവട്ടങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ 5 പേരും 5 വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു രുചിക്കുട്ടുകൾ ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല നാട്ടിലത്തെയും പല രുചികളും നമുക്ക് ഈ ഒരു സദ്യയിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന്മാരുടെ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ഉണ്ട് ഈ ഒരു സദ്യയിൽ. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഓണം. കഴിക്കണ വീഡിയോ മാത്രം എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ദേ നമ്മൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക പകുതി ഉറക്കത്തിലായി തുടങ്ങിയിട്ട് എല്ലാവരും എന്ന് വെച്ചാൽ പാതിരാത്രിയായി. അപ്പോൾ ദേ എല്ലാവരും ബൈ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മൾ ഓണം ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ദേ നമ്മൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം.